രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്ത്. നിങ്ങൾ അപ്പൻ ഏത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നോ, നിങ്ങളെ കുടുംബം ഏത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നോ, അതല്ല നിങ്ങളുടെ രാഷ്ട്രീയമാക്കേണ്ടത്. നമ്മുടെ ആ ചിന്താഗതിയെ മാറ്റണം. നമ്മളെ നാടിന് നന്മ ചെയ്യുന്നവർ, ഞാൻ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ ഇന്ന പാർട്ടി അല്ല ഇന്ന വ്യക്തി മൂലമാണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. ആ വ്യക്തിയാണ് നമ്മൾ പിടിച്ചു നിർത്തേണ്ടത്. സ്വന്തം പോക്കറ്റ് വീർപ്പിച്ച് മതി വരാണ്ട്, മകളെയും മരുമകൻ്റെയും ഒക്കെ പോക്കറ്റ് വീർപ്പിച്ച് മതി വരാത്ത ആൾക്കാർക്കല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഇനിയും വിഡ്ഢികളാകരുത്, കഴുതകളാകരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു സാധാരണക്കാരായി ചിന്തിക്കുകയാണ് നമ്മൾ വേണ്ടത്. എപ്പോഴും ഏതെങ്കിലും ഒരു പാർട്ടി, ഓക്കെ ഞാൻ LDF കാരനല്ല, ഞാൻ UDF കാരനല്ല, ഞാൻ BJP കാരനാണ്, ഞാൻ ഈ പാർട്ടിയെ വിജയിപ്പിക്കും, അല്ല. ആര് നമുക്ക് നന്മ ചെയ്തു? ഇന്ന് നിങ്ങൾക്ക് ഇവരാണ് നന്മ ചെയ്യുന്നത്, ഇന്ന് അവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കണം. അത് നിങ്ങൾ അവരെ ഭരണം നിരീക്ഷിക്കണം. അത് അവരെന്തൊക്കെ ചെയ്തു എന്ന് മാധ്യമങ്ങളും എന്താണെങ്കിൽ നമ്മൾ അവരെ ഭരണ സമയത്ത് തന്നെ മനസ്സിലാക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം അവരെ പുറകെ പോരുത്. അവർ വീട്ടിൽ റെസ്റ്റ് എടുക്കട്ടെ, അടുത്ത ആൾക്ക് അവസരം കൊടുക്കൂ. മനസ്സിലായി? ഇവർ പോക്കറ്റ് വീർപ്പിക്കുന്ന അറിഞ്ഞിട്ടും എന്തിനു നമ്മൾ പിന്നെയും ഇവരെ പിടിച്ചിരുത്തണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നെപ്പോലെ ചിന്തിക്കുന്ന സാധാരണ ഒരു പാർട്ടിയും പിന്തുണയ്ക്കാത്ത സാധാരണക്കാരൻ ഈ വീഡിയോ കണ്ടിട്ട് എങ്കിലും നമ്മളുടെ വോട്ട് എത്ര വിലപ്പെട്ടതാണ്, നമ്മളെ വോട്ട് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ഒരിക്കലും എന്താ പറയുക, ഈ ആൾക്കാരെ കണ്ട് വോട്ട് ചെയ്തിട്ടില്ല. പാർട്ടി കണ്ട് ഓക്കെ എൻ്റെ അപ്പൻ ഈ പാർട്ടിയിലാണ് വോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനും ആ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് വോട്ട് ചെയ്തിരുന്നു. അല്ല എൻ്റെ അമ്മ ഈ ഒരു പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് വോട്ട് ചെയ്തിരുന്ന ഒരു സാധാരണക്കാരി. എനിക്ക് അങ്ങനെ യാതൊരു രാഷ്ട്രീയ മനോഭാവങ്ങളോ ആൾക്കാരെ നോക്കി വോട്ട് ചെയ്യാനുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ കാലങ്ങൾ പോകെ നമ്മൾ വളർന്ന് വലുതായി രാജ്യം വിട്ട് പുറത്ത് വന്നു കഴിഞ്ഞപ്പം മനസ്സിലായി എന്താണ് ഒരു യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ളത്. കാരണം ഇപ്പോൾ ഇന്ത്യയെ പറ്റിയിട്ട് ഒരാളോട് പറയാൻ എന്തൊരു അഭിമാനം നിങ്ങൾക്കറിയോ? മറ്റൊരു രാജ്യത്ത് പോയിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നാണെന്ന് പറയുമ്പോൾ അവർ നമ്മളടുത്ത് ഇന്ത്യയെ പറ്റി പറയുന്ന ചില നല്ല കാര്യങ്ങളുണ്ടല്ലോ, അതായത് നമ്മൾ ഇപ്പം ചെയ്യുന്ന കുറേ കോൺട്രിബ്യൂഷൻസ്, അതായത് സ്പേസിൽ ചെയ്ത കോൺട്രിബ്യൂഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇന്ത്യ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളിപ്പം റീസെൻ്റ് ആയിട്ട് പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പം ഇങ്ങനെ രീതിയിൽ അറ്റാക്ക് ചെയ്തില്ലേ, ബ്രില്യൻ്റ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് മറ്റ് രാജ്യത്തിലുള്ള ആൾക്കാർ നമ്മളോട് പറയുമ്പോൾ ഉള്ള ഒരു രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. ഇന്ത്യയെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ, ഇന്ത്യ ചെയ്യുന്നത് കാണുമ്പോൾ, അല്ല ഞാൻ അനുഭവിക്കുന്ന പല കാരണങ്ങളും ഇന്ന ഒരു സോഴ്സിൽ നിന്നാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ രാഷ്ട്രീയ ചിന്താഗതി മാറി. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നത് നരേന്ദ്രമോദി ഒരിക്കലും മരിക്കരുത്. കാരണം അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിക്കണം, അദ്ദേഹം ഇന്ത്യ ഭരിക്കണം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വേറൊരാളെ കയ്യിലേക്ക് ഇന്ത്യ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്ന ഭിന്നമായി പോവും. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും. ഇങ്ങനെ കാണുന്നൊന്നുമല്ല, എല്ലാവരും സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ മാത്രമേ നേരം കണ്ടെത്തുള്ളൂ. അറിയാമല്ലോ, നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ പോക്കറ്റ് വീർത്ത് പെരുപ്പിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് നമ്മൾ ഒത്തിരി കേട്ടതാണല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ നട്ടലുള്ള പ്രധാനമന്ത്രിയെ പറ്റി തന്നെയാണ്. അതെ, നട്ടലുള്ള പ്രധാനമന്ത്രി. അങ്ങനെയാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഒരു രാഷ്ട്രീയ പാർട്ടികളെയും പിന്തുണയ്ക്കാതിരുന്ന ഞാൻ ഇന്നൊരു രാഷ്ട്രീയ നേതാവിനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, ആദരിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഇന്ത്യക്ക് തന്ന കോൺട്രിബ്യൂഷൻസ് കണ്ടതുകൊണ്ട്, അറിഞ്ഞതുകൊണ്ട്, മറ്റുള്ളവർ പറഞ്ഞ് കേട്ടതുകൊണ്ട് മാത്രം. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്നു? ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ നരേന്ദ്രമോദിയെ മാത്രമാണ് പിന്തുണയ്ക്കുന്നത്. അല്ലാണ്ട് നരേന്ദ്രമോദി നിൽക്കുന്ന പാർട്ടിയെയോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിയോ ഒന്നുമല്ല. ഞാൻ നരേന്ദ്രമോദി എന്ന വ്യക്തിയെപ്പറ്റി മാത്രമാണ് ഞാൻ പറയുന്നത്. നരേന്ദ്രമോദി എന്ന ആ പാർട്ടിയിൽ വേറൊരാൾ വന്നിട്ട് കുറേ ഇത് കാണിച്ചെന്ന് ഒരിക്കലും ഞാൻ അയാളെ പിന്തുണച്ച് പറയില്ല. ഞാൻ പാർട്ടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന നട്ടുള്ള പ്രധാനമന്ത്രിയെ മാത്രമാണ്. അതായത് US ബേസ്ഡ് ആയ ഒരു കമ്പനി ഉണ്ട്, അതിൻ്റെ പേരാണ് ദ മോർണിംഗ് കൺസൾട്ട്. അവർ ഒരു കണ്ടിന്യൂസ് ആയി 2 ഇയർ ഒരു സർവേ ചെയ്തു. സർവേയുടെ എയിം ഇതായിരുന്നു, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള പൊളിറ്റിക്കൽ ലീഡർ ആരാന്ന് മനസ്സിലാക്കാമെന്നായിരുന്നു. 76% അംഗീകാര റേറ്റുമായിട്ട് നമ്മളുടെ നരേന്ദ്രമോദിയാണ് അതിനകത്ത് ഒന്നാമതെത്തിയത്. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് എന്നെ ഇന്ന് മോദിയുടെ ഫാനാക്കി മാറ്റിയത്. സത്യത്തിൽ ഞാൻ പറയുന്നു, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സുഖ സൗകര്യങ്ങളും കേന്ദ്രത്തിന്റെ സംഭാവനയാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് പിന്നെയും ഞാൻ ആ വ്യക്തിയുടെ ആരാധകയായി മാറിയത് കേട്ടോ. ഞാൻ വിചാരിച്ചത് നമ്മളെ നാട്ടിലെ റോഡുകളൊക്കെ നമ്മുടെ മരുമോൻ മന്ത്രിയുടെ മികവ് കാരണമായിരിക്കുന്നത്. പിന്നീടാണ് മനസ്സിലായത് അത് കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നു. പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന, അതായത് നമ്മുടെ ഗ്രാമങ്ങളിലുള്ള പാതകൾ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാം വഴിയാണ് ഈ പാതകളെല്ലാം നവീകരിച്ചത്. അതിനകത്ത് 1000 ചില്ലാനം കോടിയാണ് കേന്ദ്ര ഗവൺമെന്റ്
കേരള ഗവൺമെന്റ് നൽകിയത്. അപ്പം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അരി അത് കേന്ദ്രത്തിന്റെ സംഭാവനയാണ്. പാവപ്പെട്ട കൃഷിക്കാർക്ക് കൊടുക്കുന്ന പൈസ, പിന്നെ പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത്, പിന്നെ സ്വച്ഛ് ഭാരത്, ജലജീവൻ കുടിവെള്ള പദ്ധതി അത് കേന്ദ്രത്തിന്റെയാണ്. അങ്ങനെ കേന്ദ്രത്തിന്റെ അല്ലാതായിട്ട് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ എന്താണ് കേന്ദ്രത്തിന്റെ അല്ലാതായിട്ടുള്ളത്? നമ്മുടെ ഷാനി പ്രഭാകരൻ ഉണ്ടല്ലോ, ജേർണലിസ്റ്റ്, പുള്ളിക്കാരി ഒരു വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ ജയിക്കുണ്ടല്ലോ, ജയിക്കിൻ്റെ അടുത്ത് ചോദിക്കും, ജയിക്കിന് അറിയാമല്ലോ, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി, പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് നിങ്ങളുടെ പാർട്ടി ഈ ഭരണകാലം, ഇപ്പം കുറച്ച് കാലങ്ങളായല്ലോ നമ്മളുടെ ആള് ഭരിക്കുന്നു, ഈ ഭരണകാലഘട്ടങ്ങളിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട 3 സംഭാവനകൾ പറയാൻ. പുള്ളിക്കാരൻ ബബ്ബ പഠിക്കാന്നല്ലാണ്ട് പുള്ളിക്കാരൻ ഒന്നും പറയാനില്ല. കാരണം എല്ലാ സംഭാവനകളിലും നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഇടപെടലുകളുണ്ട്. എന്നിട്ടോ കുറ്റം മൊത്തം കേന്ദ്രത്തിന്. ആര് നല്ലത് ചെയ്യുന്നു അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ പറഞ്ഞ സുരേഷ് ഗോപി തൃശ്ശൂരിന് പറ്റിയ തെറ്റാന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു. പക്ഷേ ഈ സുരേഷ് ഗോപി തൃശ്ശൂരിന് പറ്റിയ തെറ്റാണെന്ന് പറയുന്നത് തൃശ്ശൂരിലുള്ളവരല്ല, മറ്റുള്ള ജില്ലക്കാരാണ്. തൃശ്ശൂരുകാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സുരേഷ് ഗോപി ചെയ്ത ഒത്തിരി നല്ല കാര്യം, ദളിതർക്ക് വേണ്ടി അയാൾ ചെയ്ത ഒത്തിരി നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അയാൾ ചെയ്ത ഒത്തിരി നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അയാൾ തന്നെ പറയുന്നുണ്ട് ഒരിക്കൽ പോലും അദ്ദേഹം പൈസ മേടിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശമ്പളം കൈപ്പറ്റാത്ത വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് പൈസ എടുത്ത് പലരെ സഹായിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അയാൾ ചെയ്ത തിന്മകളും അയാൾ ആരുടെയെങ്കിലും ഹാഷായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടല്ലോ അതെടുത്ത് ഫോക്കസ് ചെയ്തിടലും. നമ്മൾ ബ്ലൈൻഡ് ആവരുത്. നല്ലത് ചെയ്യുന്നവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടത്, നമുക്ക് ജീവിക്കുകയാണ് വേണ്ടത്. നമ്മൾ എന്താ പറയുക, തീവ്രവാദത്തെ അല്ല സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് നമ്മൾ പിഴിഞ്ഞ് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്നവരെയല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം, നല്ല രാഷ്ട്രീയം തിരിച്ചറിയണം, നല്ലത് ചെയ്യുന്നവരെ തിരിച്ചറിയണം. അവർക്ക് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. പിന്നെ പറയും നരേന്ദ്രമോദിക്ക് മുസ്ലിംസിന് ഇഷ്ടമല്ല, മുസ്ലിംസിനെ മൊത്തത്തിൽ വേരോടെ തുടച്ചു മാറ്റും. നരേന്ദ്രമോദിയുടെ പിന്നെ ഭരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതുവരെ അദ്ദേഹം ഇവിടെ നിന്നുള്ള മുസ്ലിംസിനെ ആരെയും തുടച്ചു മാറ്റിയോ? ഈ പറയുന്നൊക്കെ ഉണ്ടല്ലോ ഈ കേരളത്തിലുള്ളവരാണ്. ഇവരുടെ മൈൻഡ് സെറ്റാണ് ഏറ്റവും ഇത്. പോയിട്ട് നിങ്ങൾ പിന്നെ നോർത്ത് സൈഡിൽ അന്വേഷിക്കുക. ഈ BJPക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഈ പറയുന്ന മുസ്ലിംസിൻ്റെ വോട്ടുകളാണ്. ഈ പറയുന്ന മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ. ഗുജറാത്തിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിംസാണ്. ഏറ്റവും കൂടുതൽ പിന്നെ അവിടെ നിന്നൊക്കെ നമ്മുടെ BJP പുഷ്പം പോലെ ജയിച്ചു വരുന്നത് അവരെ വോട്ട് കൊണ്ട് മാത്രമാണ്. ഈ കേരളത്തിലുള്ളവർക്ക് എന്തോ ഒരു എന്താ പറയുക, എന്തൊരു വാശിയാണ് ഇവിടെ താമര വിരിയിക്കില്ല എന്നുള്ളത്. ഇപ്പം തൃശ്ശൂരിൽ താമര വിരിഞ്ഞുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായോ? നിങ്ങളിപ്പോൾ തൃശ്ശൂർക്കാരോട് ചോദിക്കേ, മറ്റ് ജില്ലക്കാരോട് ചോദിക്കണ്ട, അവർ കുറ്റേ പറയുള്ളൂ. കാരണം BJP ഒരു തരത്തിലും വാഴാൻ സമ്മതിക്കാത്തൊരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൻ്റെ അറിയാലോ, കേരളത്തിൻ്റെ സപ്പോർട്ട് കൊണ്ടല്ല നമ്മുടെ പ്രധാനമന്ത്രി പൊസിഷനിൽ എത്തിയതെങ്കിലും കേരളത്തിന് എന്തെല്ലാം സഹായങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹത്തിന് എനിക്ക് ഒരു തരത്തിലുള്ള വോട്ടും BJPയിലേക്ക് ഈ ഒരു സംസ്ഥാനത്ത് നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് അവർക്ക് എനിക്ക് ഇത്രമാത്രം അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് കിട്ടുന്ന എന്തിന് നമ്മളെ ഈ റോഡുകൾ ഇതൊന്നും ഇത്ര നല്ലതാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് എത്ര മലയാളികൾക്കാണ് പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രകാരം ജോലി കിട്ടിയത്? പ്രധാനമന്ത്രി കൊണ്ടുവന്ന എല്ലാ പദ്ധതികൾക്കും നമ്മൾക്കും അതുപോലെ തന്നെ ജലജീവൻ മിഷനിലൂടെ നമ്മൾ വെള്ളം കുടിക്കുന്നു. ഇതൊന്നും നമ്മൾ മറന്നു പോകരുത് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിച്ച വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് വളരെ നല്ല ആൾക്കാർ, അതായത് പുതിയ തലമുറകൾ ഇത് മനസ്സിലാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്ത സമയത്ത് ചില പിന്നെ രാഷ്ട്രീയം തലക്കി പിടിച്ച അമ്മച്ചിമാർ വന്നിട്ട് പല വേടി പോടി എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന കേട്ടു. അത് ഞാനൊന്നും മറുപടി കൊടുക്കാൻ പോയില്ല, അവിടെ ഉള്ളവർ തന്നെ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് വിളിക്കുന്നവർ കണ്ണാടി നോക്കി ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ വിളിക്കുക. പിന്നെ ഒരു പ്രാവശ്യം കേരളത്തിൽ താമര വിരിവിച്ച് നോക്ക്, നമുക്ക് നോക്കാതെ എന്ത് സംഭവിക്കുന്നത്. നിങ്ങൾ LDFനും UDFനും അവസരം കൊടുക്കുന്നു, ഒരു പ്രാവശ്യം BJPക്ക് കൊടുക്കൂ, നോക്കല്ലേ BJPക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ചാണകമാണെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ചാണകമാണെന്ന് അഭിമാനത്തോടെ ഞാൻ സമ്മതിക്കുന്നു. പിന്നെ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു സംഖ്യയാണെന്ന് പറഞ്ഞാൽ ഞാനൊരു നല്ല സംഖ്യയാണെന്ന് അഭിമാനത്തോടെ ഞാൻ സമ്മതിക്കുന്നു. എന്ന് വെച്ച് മറ്റ് പാർട്ടികളൊന്നും നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല കേട്ടോ, ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ തലപ്പത്ത് നിൽക്കുന്ന ഒരാൾ, ഇപ്പം ചെറിയ ആൾക്കാർ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ തലപ്പത്ത് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ തലപ്പത്ത് നിൽക്കുന്ന ആൾ ചെയ്യുന്നതെല്ലാം സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് ചിന്തിച്ചു പോകും.
അപ്പം നല്ല രാഷ്ട്രീയത്തെ മനസ്സിലാക്കുക, നല്ല രാഷ്ട്രീയം തിരിച്ചറിയുക, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യുക. അല്ലാതെ വെറും പൊട്ടന്മാരായി കുടുംബം സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യും, എൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഈ ഒരു പാർട്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ, അങ്ങനെയുള്ള ചിന്താഗതി കെട്ടുപാടിൽ നിന്ന് പുറത്ത് വരിക. കാരണം നമുക്ക് ജീവിക്കണം, നമുക്ക് ഭയമില്ലാണ്ട് ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, എല്ലാ സുഖസൗകര്യങ്ങളോടും ജീവിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഏത് പാർട്ടി നിങ്ങൾക്ക് നല്ല ചെയ്യുന്നു, ഏത് പാർട്ടിയിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൈപ്പറ്റുന്നത്, ഏത് പാർട്ടിയാണ് സ്വന്തം പോക്കറ്റ് വീർപ്പിച്ച് ജീവിക്കുന്നതെന്ന് ആദ്യം തിരിച്ചറിയുക, മനസ്സിലാക്കുക, അതിനുശേഷം പോയിട്ട് വോട്ട് ചെയ്യുക. വെറുതെ വോട്ട് നശിപ്പിച്ച് കളയരുത്.